ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഹെറോൺസ് ഫോമുല എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ന്യൂ ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ ആകെ ചെറിയൊരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, ഹെറോൺസ് ഇക്വേഷൻ. നമ്മൾ ഹെറോൺസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനാണ്. നോർമലി നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചൊരു ഇക്വേഷനാണ് ഹാഫ് ബി എച്ച് എന്ന് പറയുന്നത്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ബേസാണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസും ഹൈറ്റും അറിയുന്ന കേസിലാണ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണാനും ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹെറോൺസ് ഇക്വേഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും അൺഈക്വലായിട്ട് വരുന്ന കേസിലാണ് നമ്മൾ ഹെറോൺസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. 3 സൈഡ്സും അൺഈക്വലായിട്ട് വരുന്ന കേസുകളിലാണ്. അപ്പം നമുക്ക് അവിടെ ബേസ് അറിയാം, ഹൈറ്റ് അറിയില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഹാഫ് ബി എച്ച് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഹെറോൺസ് ഇക്വേഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഹെറോൺസ് ഇക്വേഷൻ യൂസ് ചെയ്യാനുള്ള ഫോമുല ഇതാണ്: ഏരിയ ഓഫ് ട്രയാങ്കിൾ is equal to root of s into s minus a into s minus b into s minus c. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ എ ബി സി എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡാണ് എയും ബിയും സി ഒക്കെ. എ ബി സി ആണ്, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആണ് എ ബി സി ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ ആണ്. ഹാഫ് ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. ഹാഫ് ദി പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആണ്. അതായത് 3 സൈഡ്സും ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഹാഫാണ് എസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ന് എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ 3 സൈഡ്സ് അറിയാമെങ്കിൽ അതിലാദ്യം ചെയ്യേണ്ടത് എ ബി സി നമുക്കറിയുന്നതൊക്കെ അവിടെ എടുത്ത് എഴുതുക. അതിനുശേഷം നമുക്കതിൻ്റെ എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി കാണാം. ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ 32 മീറ്റർ, 40 മീറ്റർ, 24 മീറ്റർ, ഇങ്ങനൊരു ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് എ ബി സി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എ ഈസ് ഈക്വൽ ടു 40 മീറ്റർ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 32 മീറ്റർ ആൻഡ് സി ഈക്വൽ ടു 24 മീറ്റർ എന്ന് എടുത്തു. ഇതെങ്ങനെ വേണേൽ എടുക്കാം, നമുക്ക് എ ബി സി മാറിയാലൊന്നും കുഴപ്പമില്ല. ഇനി എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി കാണണം. അതിന് മുന്നേ ആയിട്ട് എസ് ഫൈൻഡ് ചെയ്യുക. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇപ്പോൾ എ എന്ന് പറയുമ്പോൾ 40 പ്ലസ് 32 പ്ലസ് 24 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 പ്ലസ് 32 പ്ലസ് 24 എന്ന് പറയുമ്പോൾ 96 ബൈ 2 എന്ന് വരും. 96 ബൈ 2 ഈസ് ഈക്വൽ ടു 48. അപ്പോൾ എസ് എന്താണെന്ന് കിട്ടി? എസ് 48 ആണ്. അങ്ങനെയാണെങ്കിൽ എസ് 48 ആണെങ്കിൽ നമുക്ക് എസ് മൈനസ് എ എന്താ നോക്കാം. എസ് മൈനസ് എ ഈസ് ഈക്വൽ ടു 48 മൈനസ്, ഇവിടെ എ എന്ന് പറയുന്നത് 40 ആയിരുന്നു, അപ്പോൾ അത് എഴുതി കൊടുക്കാം. 40 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് ബി ഈസ് ഈക്വൽ ടു 48 മൈനസ് അടുത്ത സൈഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് 32 ആണ്, അതുകൊണ്ട് 32 മൈനസ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 16 മീറ്റർ എന്ന് വരും. എസ് മൈനസ് സി ഈക്വൽ ടു 48 മൈനസ് 24, ദാറ്റ് ഈസ് ഈക്വൽ ടു 24 മീറ്റർ എന്ന് വരും. അപ്പോൾ നമുക്ക് എസ് മൈനസ് എയും എസ് മൈനസ് ബിയും എസ് മൈനസ് സിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെറോൺസ് ഇക്വേഷൻ എഴുതാം. ഹെറോൺസ് ഫോമുല ഇസ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ 48 ആണ്. 48 ഇൻറ്റു എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എസ് മൈനസ് ബി 16 ഇൻറ്റു എസ് മൈനസ് സി 24
ഇവിടെ നമുക്ക് ഒന്നുകിൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് വരും. അതായത് പ്രൈം ഫാക്ടറൈസേഷനൊക്കെ ചെയ്ത് ഒരുപാട് സ്റ്റെപ്സ് വരും. അപ്പോൾ അതിന് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എടുക്കാം. പ്രോഡക്റ്റ് ആക്കി എടുക്കുന്ന സമയത്ത് എപ്പോഴും റൂട്ടുള്ള നമ്പർ ആണെങ്കിൽ ഡയറക്റ്റ് റൂട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ആക്കി എടുക്കുമ്പോൾ സെയിം പെയർ വരുന്നതിന് നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഈ 16 എന്ന് പറഞ്ഞാൽ 16ൻ്റെ റൂട്ട് എന്താണ്? റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഞാൻ ഈ 16ൻ്റെ റൂട്ട് അതേപടി പുറത്തേക്ക് എടുത്തു. അപ്പോൾ 4 എന്ന് കിട്ടി. ബാക്കിയുള്ള നമ്പേഴ്സിന് നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ വരും. 48 ഇൻറ്റു 20 ഇത്രയും വരും. 48 ഇൻറ്റു 8 ഇൻറ്റു 24 വരും. അപ്പോൾ ഈ 24നെ ഞാൻ മാറ്റിയിട്ട് 24 അതുപോലെ എഴുതി. 48നെ 24 ഇൻറ്റു 2 എന്ന് എഴുതാലോ. 48 എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 4 ഔട്ട് സൈഡിലുണ്ട് ഓൾറെഡി. 48 എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 2 എന്ന് എഴുതി. അതുപോലെ ഈ 8നെ 4 ഇൻറ്റു 2 എന്ന് എഴുതി. 24നെ 24 അതേപോലെ എഴുതി. ഇനി നമുക്ക് സെയിം ആയിട്ട് വരുന്നതെന്ന് ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഈ 24 രണ്ടെണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുക്കുകയാണ്. നേരത്തെയുള്ള 4 അതുപോലെ എഴുതി. ഈ 24ന്ന് ഒരെണ്ണം എഴുതി. ഇൻറ്റു അടുത്തത് ഇവിടെ 2 ഇവിടെയും ഉണ്ട് ഇവിടെയുണ്ട്. ആ 2ന്ന് ഒരെണ്ണം ഔട്ട് സൈഡിലേക്ക് എടുത്തു. പിന്നെ വരുന്ന 4 ആണ്. 4ൻ്റെ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ അവിടെ 2 അതുപോലെ എഴുതി കൊടുത്തു. ഇനി നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താം. അപ്പോൾ 24 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. ഇപ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4. 4 ഇൻറ്റു 4 16. 16 ഇൻറ്റു 24 നോക്കാം. 16 ഇൻറ്റു 24 എന്ന് പറയുമ്പോൾ 6 4s are 24. 2 1 4s are 4 plus 2 6 2 6 are 12. 1 2s are 2 plus 1 3. Therefore 384 എന്ന് ആൻസർ കിട്ടും. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 384 മീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ടു സൈഡ്സ് ഓഫ് വിച്ച് ആർ 8 സെൻറ്റിമീറ്റർ ആൻഡ് 11 സെൻറ്റിമീറ്റർ ആൻഡ് ദി പെരിമീറ്റർ 32 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 2 സൈഡ്സ് തന്നിട്ടുണ്ട്. 8 11 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിമീറ്റർ 32 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതി. എ ഈസ് ഈക്വൽ ടു 8 എഴുതാം. ബി ഈസ് ഈക്വൽ ടു 11 എന്ന് എഴുതി. ആൻഡ് സി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സി ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് പെരിമീറ്റർ എഴുതി വെക്കാം. പെരിമീറ്റർ 32 ആണ്. അങ്ങനെയാണെങ്കിൽ സി ആദ്യം ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് വേണം ഏരിയ കാണാൻ. സി കാണാൻ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 11 ബി എന്ന് പറഞ്ഞാൽ സി അതുപോലെ എഴുതി. പെരിമീറ്റർ 32 ആണ്. അപ്പോൾ 32 മൈനസ് 8 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 ആണ്. അപ്പോൾ 19 എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു സി. അപ്പോൾ 32 മൈനസ് 19 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 13 എന്ന് കിട്ടും. സി ഈസ് ഈക്വൽ ടു 13 ആണ്. അപ്പോൾ നമുക്ക് എയും ബിയും സിയും കിട്ടി. ഇനി കാണേണ്ടത് എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി ആണ്. അപ്പോൾ എസ് മൈനസ് എ, അതിന് മുന്നേ എസ് ഫൈൻഡ് ചെയ്യണം. എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ പെരിമീറ്റർ 32 ആണ്. അപ്പോൾ 32/2 ഈസ് ഈക്വൽ ടു 16 ആണ്. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 16 മൈനസ് എ എന്ന് പറയുന്നത് 8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. എസ് മൈനസ് ബി ഈസ് ഈക്വൽ ടു 16 മൈനസ് 11 വിച്ച് ഈസ് ഈക്വൽ ടു 5. എസ് മൈനസ് സി ഈക്വൽ ടു 16 മൈനസ് 13 ഈക്വൽ ടു 3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എസ് മൈനസ് എയും എസ് മൈനസ് ബി എസ് മൈനസ് സിയും കിട്ടിയിട്ടുണ്ട്. Therefore area of the triangle is equal to square root of s into s minus a into s minus b into s minus c. S is equal to
16 ആണ്. റൂട്ട് ഓഫ് 16 ഇൻറ്റു എസ് മൈനസ് എ 8 ഇൻറ്റു എസ് മൈനസ് ബി 5 ഇൻറ്റു എസ് മൈനസ് സി 3. ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ 16 ഡയറക്റ്റ് റൂട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. 16ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. അത് ഔട്ട് സൈഡിലേക്ക് എടുത്തു. ബാക്കിയുള്ളതിനെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ഈ 8നെ 4 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇൻറ്റു 5 ഇൻറ്റു 3 ഒന്നും ചെയ്യാനില്ല, വീണ്ടും പ്രൊഡക്റ്റ് ആക്കാൻ പറ്റില്ല. അതായത് ഇതിന് വേറെ നമ്പേഴ്സ് ഇല്ല, പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല, പ്രൈം ആണ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 3 അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പം ഇവിടെ നമുക്ക് ഈ 4നെ റൂട്ട് എടുക്കാം. അപ്പോൾ നേരത്തെയുള്ള 4 അതുപോലെ എഴുതി. ഈ 4ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 4 ഇൻറ്റു 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 15. അപ്പോൾ 2 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 30 എന്ന് എഴുതാം. അപ്പോൾ 4 ഇൻറ്റു 2 8 റൂട്ട് 30 എന്ന് ആൻസർ വരും.